നമസ്കാരം. ലൈവ് 6ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊല്ലത്ത് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. അപകടം വൈദ്യുതി കമ്പിയിൽ തട്ടി. കെഎസ്ഇബിയുടെ വീഴ്ച സമ്മതിച്ച് വൈദ്യുതി മന്ത്രി. കുടുംബത്തിന് 5 ലക്ഷം ധനസഹായം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. നാടിന്റെ നോവായി മിഥുൻ. പ്രതിഷേധവുമായി പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടന. വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്കൂൾ CPM ഭരിക്കുന്നതല്ലെന്ന് MP ഗോവിന്ദൻ. കുടുംബത്തെ ആശ്വസിപ്പിക്കാനാകാതെ നാട്ടുകാർ. കോൺഗ്രസിൽ ചാണ്ടി ഉമ്മനെ മുൻനിർത്തി പടയൊരുക്കം. പിന്നിൽ മുതിർന്ന ഗ്രൂപ്പ് നേതാക്കളും. ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീമിനെതിരെയും നീക്കം. ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ഐഷ പോറ്റി. കോൺഗ്രസിലേക്ക് ആരും ക്ഷണിച്ചിട്ടില്ലെന്ന് മുൻ MLA. നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചന കേസ്. 1.90 കോടി രൂപ തട്ടിയെടുത്തെന്ന നിർമ്മാതാവ് ഷംനാസ്. പരാതി വസ്തുതകൾ വളച്ചൊടിച്ചെന്ന് നിവിൻ. വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വീവേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിൽ. സിനിമ വലിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ചില വിവാദങ്ങൾ ഉയർത്തി ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഗംഭീര പ്രതികരണവുമായി പ്രദർശനം തുടരും. നിമിഷപ്രിയയുടെ മോചനം സങ്കീർണമാകുന്നു. വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടിൽ ഉറച്ച് തലാലിന്റെ സഹോദരൻ. ദയാധനം സ്വീകരിക്കുന്നതിൽ നിലപാട് കടുപ്പിച്ച് കുടുംബം. വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നു. ഭർത്താവ് നിതീഷിനെതിരായ നിയമപോരാട്ടം തുടരുമെന്ന് കുടുംബം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തുടരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴയിൽ വ്യാപക നാശനഷ്ടം. കണ്ണൂരിൽ വീട് തകർന്നു. ചെറുവത്തൂർ കുളങ്ങാട്ടും മലയിടിഞ്ഞു വീണു. വിശദമായ വാർത്തയിലേക്ക്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സംസ്കാരം അമ്മ വിദേശത്തു നിന്ന് എത്തിയ ശേഷം നടത്തും. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മിഥുൻ. സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം. മിഥുൻ ആ ചെരുപ്പെടുക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും തുടർന്ന് ഷോക്കേറ്റ് വീഴുന്ന ദൃശ്യങ്ങളുമാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് ചേരുന്നു. വിനേഷ്, അത്യന്തം ദാരുണമായ ഒരു സംഭവം. സ്കൂളിൽ എത്രത്തോളം സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാനിടയായി. മിഥുന്റെ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, കൊല്ലത്തെ സ്കൂളിൽ ഷോക്കേറ്റ് 8ാം ക്ലാസ്സുകാരന്റെ മരണത്തിൽ നെഞ്ചുനീറി തേവലക്കര നാട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശാസ്താംകോട്ട ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കൊല്ലം തേവലക്കര സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ. ഇന്ന് രാവിലെ കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ കളിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥിയുടെ ചെരുപ്പ് സ്കൂളിലെ സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വീണത്. ഇത് എടുക്കുവാനായി ശ്രമിക്കുന്നതിനിടയിലാണ് ഇലക്ട്രിക് ലൈനിൽ കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. താഴ്ന്നു കിടന്ന ലൈൻ മാറ്റണമെന്ന് സ്കൂൾ മാനേജ്മെന്റ് പലതവണ പറഞ്ഞെങ്കിലും KSEB അവഗണിച്ചതാണ് അപകടത്തിന് കാരണമായത് എന്നുള്ള വ്യാപക ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവത്തിൽ KSEBയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വൈദ്യുമന്ത്രി K. കൃഷ്ണൻകുട്ടിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അനുമതി വാങ്ങാതെയാണ് ഷെഡ് സ്കൂളിൽ നിർമ്മിച്ചത് എന്നും പഞ്ചായത്ത് അധികൃതരും പറയുന്നുണ്ട്. സ്കൂളിന്റെയും KSEBയുടെയും ഭാഗത്തുണ്ടായ അനാസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്ന് പൊതുപ്രവർത്തകരും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകളും
സ്കൂളിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി ഇന്ന് എത്തിയിരുന്നു. കൊല്ലം ജില്ലയിൽ നാളെ ABVP KSU സംഘടനകൾ പഠിപ്പ് മുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു മിഥുന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. മന്ത്രിമാർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, അതുപോലെ തന്നെ കോവൂർ കുഞ്ഞമോഹൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ജില്ലാ കളക്ടർ ദേവിദാസ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് മൃതശരീരം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. മിഥുന്റെ അമ്മ സുജ കുവൈറ്റിലെ ഹോം നേഴ്സായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ കുട്ടിയുടെ സംസ്കാര നടപടികളെല്ലാം പിന്നീടായിരിക്കും ഉണ്ടാവുക. അശ്വതി, അതാണ് വിനീഷ്, തീരാ നഷ്ടമാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ ഈ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ടായിരിക്കും ആ അമ്മ വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ മടങ്ങിയെത്തുന്നത് മകന്റെ ഇത്തരത്തിലുള്ള വേദനയറ്റ ശരീരത്തിന് മുന്നിലേക്കാണ്. താങ്ങാനാകില്ല അവർക്ക്. എത്ര നമ്മൾ ആശ്വസിപ്പിച്ചാലും മതിയാകില്ല. ആ ഒരു അവസ്ഥയിലാണ് ആ കുടുംബവും നാടും ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഈ മിഥുൻ ഷോക്കേറ്റ് വീണത് താഴെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊന്നും കണ്ടില്ല എന്ന് വേണം നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയത്തില്ല. അത്തരത്തിലുള്ള അതിദാരുണമായ ഒരു ദൃശ്യമാണ് ഇന്ന് പുറത്തു വന്നത്. ശാസ്താംകോട്ട പോലീസാണ് അന്വേഷിക്കുന്നത്. പോലീസാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ സഹപാഠികളടക്കം ഈ സമയം ഉണ്ടായിരുന്നു. നമ്മൾക്ക് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടി ചെരുപ്പെടുക്കാനായിട്ട് മുകളിലേക്ക് കയറിയപ്പോൾ മറ്റ് വിദ്യാർത്ഥികൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. മുകളിലേക്ക് പോകരുത്, കയറരുത് എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പിന്നീട് അത് വകവയ്ക്കാതെ ഇതിൽ കയറിയെന്നാണ് സഹപാഠികൾ നമ്മളോട് പറഞ്ഞത്. പക്ഷെ എന്തായാലും ഇത്തരത്തിലുള്ളൊരു ദാരുണമായൊരു അന്ത്യം ഒരിക്കലും നാടിനെ ആ ഒരു ഞെട്ടിൽ നിന്നും നാട് ഇതുവരെ മുക്തരായിട്ടില്ല. കാരണം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. എല്ലാവർക്കും, നാട്ടിൽ ഉള്ളവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട നല്ല കുറുമ്പുള്ള ഒരു മിടുക്കനായിരുന്നു മിഥുൻ. മിഥുനെ ഇന്ന് പിതാവാണ് സ്കൂളിൽ കൊണ്ടുവിട്ടത്. എല്ലാ ദിവസവും സ്കൂൾ ബസ്സിൽ വരുന്ന മിഥുനെ ഇന്ന് പിതാവ് കൊണ്ടുവിടുകയും ചെയ്തു. അതൊക്കെ പറഞ്ഞുകൊണ്ട് പിതാവ് മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. നടപടിയാണ് പൊതുവെയുള്ള ആവശ്യം. വിവിധ രാഷ്ട്രീയ സംഘടനകളടക്കം പ്രതിഷേധമായി എത്തിയിട്ടുണ്ട്. നാളെ എന്തായാലും പഠിപ്പ് മുടക്കിനും ജില്ലയിൽ ആഹ്വാനം ചെയ്ത സാഹചര്യമുണ്ട്. ശരി, വിനീഷാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEBയുടെ വീഴ്ച സംബന്ധിച്ച വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അനധികൃതമായി ലൈനിന് കീഴിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന് സ്കൂൾ അധികൃതരും ഉത്തരവാദികളാണെന്നും പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കുട്ടിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വീട്ടിലെ മകൻ മരിച്ച ദുഃഖമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ സന്ദർശിച്ചു. സ്കൂൾ അധികാരികൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുന്നു. അപ്പം അതിനുശേഷമാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൻ്റെ പ്രശ്നവും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തും. എന്തായാലും സംഭവിച്ചു പോയി. നമുക്ക് ആ മോൻ്റെ കൂടെയാണ് നമ്മൾ ആ കേരളം മുഴുവൻ. അത്ര വിഷമമാണുള്ളത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ പിന്നെ വേറൊരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണ് മുകളിൽ കയറിയത്. അത്ര ആ നിലയിൽ മനസ്സുള്ളവനാണ്. അപ്പോൾ അവൻ്റെ അമ്മയുടെ സ്ഥലത്തില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്ത് സഹായം വേണോ കുട്ടിയുടെയും കുട്ടിയുടെ കുടുംബത്തിനും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ബാലഗോപാലിനെ തന്നെ അടിയന്തരമായിട്ട് ഇവിടെ ചെന്ന കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് സംഭവം. എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമാണ്. 14,000 സ്കൂളുകളുള്ളതിൽ അവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ മാത്രം ഇങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായവരെ കഷ്ടമായ നടപടി സ്വീകരിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അങ്ങേറ്റം വിഷമമുണ്ടാക്കുന്ന ദുഃഖകരമായ ഒരു സംഗതിയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അത്
കളിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കയറി കൂട്ടുകാരുടെ ചെരുപ്പ് പോയിട്ട് അവിടെ എടുക്കാൻ പോയെന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടു. ഇങ്ങനെയുണ്ടായ വളരെ സങ്കടകരമാണ്, ദുഃഖകരമാണ്. ശക്തമായ അന്വേഷണം നടത്തും. വളരെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവമാണ്. അത് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ആ കുടുംബത്തിൻ്റെയും ഒപ്പം വിഷമത്തിലെല്ലാം പങ്കുചേരുകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂൾ അധികൃതർക്കും വൈദ്യുതി വകുപ്പിനും വീഴ്ചയുണ്ടായതായും വിമർശനമുയർന്നു. നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയാണ്. അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്ന വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാസ്ഥയാണ്. കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത്. സ്കൂൾ CPM ഭരിക്കുന്നതല്ലെന്നായിരുന്നു MV ഗോവിന്ദൻ പ്രതികരിച്ചത്. അവിടെയുള്ള മാനേജ്മെന്റ് ജനകീയ സമിതിയാണ്, അതിൽ പാർട്ടിക്കാരുമുണ്ട്. ആവശ്യമായ പരിശോധന സർക്കാർ സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഘട്ടാന്തരം വിദ്യാർത്ഥിയായ മിഥുന്റെ മരണം. അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പാർട്ടി ഭരിച്ചാലും മറ്റു ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. അതായത് ജനകീയ സമിതിയാണ്, വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ സമിതിയാണ്. ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അതാ പറഞ്ഞതും പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എന്തിനാണ് പാർട്ടികൾ അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ വേണം. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അതീവ ദുഃഖകരമായ ഒരു സംഭവമല്ലേ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതുപോലെ ദാരുണമായി മരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. അതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥ. മിഥുന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ച മുഖ്യമന്ത്രി അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കും. മേലിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിഥുൻ മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിദ്യാലയങ്ങളിൽ അടിയന്തരമായി സുരക്ഷാ ഓഡിറ്റ് നടത്തണം. കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണം. ഇത്തരം അനാസ്ഥ സംസ്ഥാനത്തെ ഒരു വിദ്യാലയങ്ങളിലും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു സർക്കാരും വിദ്യാഭ്യാസ വകുപ്പുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവനയിൽ ചോദിച്ചു. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടിയന്തരമായി അന്വേഷണം നടത്തി 14 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം V ഗീത ആവശ്യപ്പെട്ടു. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവം വേദനാജനകമെന്ന KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകൾക്ക് ആവശ്യമായ പരിഗണന സർക്കാർ നൽകുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങളെന്നും മിഥുന്റെ മരണത്തിന്റെ ഉത്തരവാദികളായവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. നാളെ കൊല്ലം ജില്ലയിൽ ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ വൈദ്യുതി ആഘാതമേറ്റ് മരിച്ച സംഭവത്തിലാണ് പ്രതിഷേധം. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചയ്ക്ക് വഴി തുറന്ന സർക്കാർ. ഇത്തരത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഗവർണറുമായി ആശയവിനിമയം നടത്തുമെന്നും മന്ത്രി R ബിന്ദു പറഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് രാജ്ഭവൻ വൈകിക്കുന്നതും സമവായ നീക്കങ്ങളുടെ ഭാഗമെന്നാണ് സൂചന. ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള താൽക്കാലിക VC നിയമന പാനൽ രാജ്ഭവനിലെത്തിയിട്ട് 2 ദിവസമായി. ഗവർണർ രാജ്ഭവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതുവരെയും ആ ഫയൽ തുറന്നിട്ടില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായ തിരിച്ചടി മറികടക്കാനുള്ള നിയമ നടപടികളും അനിശ്ചിതത്വത്തിലാണ്. അപ്പീൽ പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഗവർണർക്ക് ആശയക്കുഴപ്പമുള്ളതായാണ് സൂചന. ഡൽഹിയിൽ നിയമവിദഗ്ധരുമായി അർലേക്കർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സമവായത്തിന് സർക്കാർ തയ്യാറായാൽ സഹകരിക്കാമെന്ന നിലപാട് ഗവർണർക്കുമുള്ളതായാണ് വിവരം. ആ വഴി തുറക്കുന്ന പ്രതികരണമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നുണ്ടായത്. 1-2 ദിവസത്തിനകം നടപടിയായില്ലെങ്കിൽ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തായാലും ഇങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്.
അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. സർവകലാശാല ആസ്ഥാനത്തേക്ക് കേരള VC മോഹനൻ കുന്നുമ്മൽ ഇന്നും എത്തിയിട്ടില്ല. ഭരണപ്രതിസന്ധി അതേപോലെ തുടരുന്നു. ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രജിസ്ട്രാർ അനിൽകുമാർ ഇന്നും എത്തി. അടുത്ത മാസം 14-ന് അക്കാദമിക് കൌൺസിൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട് VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് വ്യാജമെന്നാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം. രജിസ്ട്രാർ എന്ന പേരിൽ ഒരു കത്ത് പോയിട്ടുണ്ട്, രജിസ്ട്രാർ ഇൻചാർജ് എന്ന പേരിലും ഒരു കത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇതൊരു വ്യാജരേഖ ചമയ്ക്കലാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വെള്ളയമ്പലത്ത് ശക്തമായ പ്രതിഷേധമായിരുന്നു ABVP-യുടേത്. മന്ത്രിയുടെ വേദിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഏറെ നേരം വനിതാ പ്രവർത്തകരും പോലീസുമായി ബലപ്രയോഗമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയുണ്ടാകുമെന്ന സൂചന നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രയാസങ്ങളും പരാതികളും വരുമ്പോൾ ചർച്ച ചെയ്ത് മുന്നോട്ടു പോകും. ചർച്ച ചെയ്യുന്നതിന് അനുസരിച്ചല്ലേ വ്യക്തത വരിക എന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് കോടതിയുടെയൊക്കെ പരാമർശവും. ചാണ്ടി ഉമ്മനെ മുൻനിർത്തി കോൺഗ്രസിൽ പുതിയ പടയൊരുക്കം. പഴയ ഗ്രൂപ്പ് നേതാക്കളാണ് സതീശൻ വിരുദ്ധ ചേരിക്ക് പിന്നിൽ ഒന്നിക്കുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ മൌനാനുവാദം പുതിയ നീക്കത്തിന് പിന്നിലുണ്ട് എന്നാണ് സൂചന. സമീപകാലത്ത് ഗ്രാഫ് ഉയർത്തിയ ചാണ്ടി ഉമ്മനെ ആയുധമാക്കി യൂത്ത് കോൺഗ്രസിലെ ഷാഫി രാഹുൽ ടീമിന് മറുപടി പറയുകയും ഇവരുടെ ലക്ഷ്യമാണ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അനാഥമായ A ഗ്രൂപ്പിലെ പഴയ നേതാക്കളും I ഗ്രൂപ്പിലെ അസംതൃപ്തരുമാണ് KC വേണുഗോപാൽ വിഭാഗത്തിന്റെ പിന്തുണയോടെ VD ഷാഫി മാങ്കൂട്ടം ത്രയത്തിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വത്തിനെതിരെ ഗ്രൂപ്പ് വൈരം മറന്ന് ഒന്നിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അനിഷ്ടം പരസ്യമാക്കിയ ചാണ്ടി ഉമ്മൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സന്ദർശിച്ചത് 3000-ലധികം വീടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ സമരമുഖത്തും താരമായത് ചാണ്ടി തന്നെ. പിന്നാലെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിന് ഗവർണറെ നേരിൽ കണ്ട് നടത്തിയ ഇടപെടൽ ഫലം കാണുക കൂടി ചെയ്തതോടെയാണ് ചാണ്ടിക്ക് കൈയടിച്ച് PJ കുര്യനും T സിദ്ദിഖും അജയ് തറയിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്തുണ പരസ്യമാക്കിയത്. PC വിഷ്ണുനാഥ്, സനീഷ് കുമാർ ജോസഫ് എന്നിവർക്കൊപ്പം T സിദ്ദിഖ്, CR മഹേഷ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയ MLA-മാരും വിശാല സഖ്യത്തിൽ സജീവമായേക്കുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന KC ജോസഫ്, ബെന്നി ബെഹ്നാൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവരും A ഗ്രൂപ്പിൽ വീണ്ടും സജീവമാകുകയാണ്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, K സുധാകരൻ, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, VM സുധീരൻ തുടങ്ങിയവരുടെ പിന്തുണയും ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയുള്ള പുതിയ സഖ്യത്തിനുണ്ടെന്നാണ് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായ റീൽസ് വിവാദത്തിന് പിന്നാലെ അജയ് തറയലിന്റെ ഖാദി പരാമർശത്തിനെതിരായ ഒരു വിഭാഗത്തിന്റെ അമർഷവും PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ രൂക്ഷ പ്രതികരണവുമാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത്. പുതുപ്പള്ളിയിൽ നാളെ നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക സംഗമം വിശാല സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന വേദിയായി മാറുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സംഘടനാപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനില്ലെന്ന് മുൻ MLA VT ബൽറാം. പ്രശ്നങ്ങൾ പരിഹരിക്കുമോ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നമാണോ എന്നുള്ളതിനെക്കുറിച്ച് താൻ പ്രതികരിക്കുന്നില്ല. തൃത്താല മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും ബൽറാം പറഞ്ഞു. സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എത്ര തവണ ഏതെല്ലാം രീതിയിൽ ചോദിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകും. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു വാക്കും എന്നിൽ നിന്ന് അക്കാര്യത്തിൽ കിട്ടില്ല. അതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യമാണ്. പരിഹരിക്കേണ്ടതാണോ, പരിഹരിക്കാൻ പറ്റാത്തതാണോ, പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ, അത് ഏതെങ്കിലും തരത്തിൽ അതിന് വിഘാതങ്ങളുണ്ടോ, അതൊന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്കെന്ന സൂചന. കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കും. ഐഷ പോറ്റിക്കായി കോൺഗ്രസിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നതിനോടുള്ള ഐഷ പോറ്റിയുടെ വിശദീകരണം ഇതായിരുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. എനിക്കിപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല. ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ. ഈ വാക്കുകളിൽ എല്ലാം വ്യക്തമാണ്. ആത്മാഭിമാനവും വ്യക്തിത്വവും പണയപ്പെടുത്താനില്ലെന്നതടക്കം ഗുരുതരമായ ആരോപണവും CPM-നെതിരെ ഐഷ പോറ്റി ഉന്നയിച്ചു. എന്നെ വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം പക്ഷെ ചുമ്മാ വിളിച്ച് അവിടെ പോയി ഇരിക്കുന്നതിനൊന്നും ഞാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും കാലം ഒരു പ്രൊഫഷൻ നോക്കി
അത് കഴിഞ്ഞ് കുറേ നാൾ ജില്ലാ പഞ്ചായത്തും MLA ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ചുമ്മാ കേൾവിക്കാരിയായിട്ട് പോയി ഇരിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന പരിപാടിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം, അത് എൻ്റെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ പണയം വെച്ചിട്ട് ഒരു കാര്യത്തിലും പോകില്ല. നമുക്ക് അർഹമായിട്ടുള്ളൊരു പരിഗണന തരണ്ടെങ്കിൽ അവിടെ പോകത്തില്ല. ഐഷ പോറ്റിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MP. പക്ഷെ അവർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് അവർ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ, കോൺഗ്രസ് പോലൊരു ജനാധിപത്യ മതേതര പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ തീർച്ചയായും ഞങ്ങളത് ചർച്ച ചെയ്യും. തീർച്ചയായും ഞങ്ങൾ അവരുടെ മുന്നിൽ ഞങ്ങളുടെ വാതിൽ കൊട്ടിയടക്കത്തില്ല. കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ തന്നെ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പിൽ തന്നെ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച് ചർച്ച ചെയ്തപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നാൽ അതിനെ സ്വാഗതം ചെയ്യും. തുടർച്ചയായി 7 തവണ ജയിച്ച കൊട്ടാരക്കരയിൽ R. ബാലകൃഷ്ണപിള്ളയെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വീഴ്ത്തിയാണ് 2006 ഐഷ പോറ്റി കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയായത്. പിന്നീട് 2 തവണ കൂടി കൊട്ടാരക്കരയിൽ നിന്നും ജയിച്ചു. കഴിഞ്ഞ തവണ സീറ്റ് നൽകാതിരുന്നതോടെയാണ് പാർട്ടിയുമായി അകന്നത്. ഇതിനിടയിൽ മറുപക്ഷത്തായിരുന്ന R. ബാലകൃഷ്ണപിള്ള ഇടതുചേരിയിലെത്തുകയും KB ഗണേഷ് കുമാർ മന്ത്രിയാവുകയും ചെയ്തു. പിന്നീടും അവർ പ്രതീക്ഷിച്ച പ്രധാന പദവികളൊന്നും ലഭിക്കാതിരുന്നതോടെ പാർട്ടിയുമായുള്ള അകലം കൂടി. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിലടക്കം പങ്കെടുത്തില്ല. ഇതോടെ പാർട്ടി പദവികളിൽ നിന്നെല്ലാം നീക്കി. വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് പിന്തുണയോടെ ഐഷ പോറ്റി മത്സരിക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. കോടതി ഉത്തരവിന് പുല്ലുവില. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷയില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പിലായില്ല. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ധർമ്മസ്ഥലയിൽ അതിക്രൂര ലൈംഗികാതിക്രമത്തിനിരയായ 100ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ജീവനക്കാരന് കോടതി നിർദ്ദേശമുണ്ടായിട്ടും പോലീസ് സുരക്ഷ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏത് സമയത്തും തനിക്കും കുടുംബത്തിനും നേരെ അക്രമമുണ്ടായേക്കാമെന്ന മൊഴിയെ തുടർന്നാണ് കോടതി ഇയാൾക്ക് സുരക്ഷയൊരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. സംഭവത്തിലെ ഏക സാക്ഷി കൂടിയാണ് ഇയാൾ. നിലവിൽ അഭിഭാഷകരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും സംരക്ഷണയിലാണ് ശുചീകരണ തൊഴിലാളി. ഇയാളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. ഇതിലും മെല്ലെ പോക്ക് തുടരുന്നു. മൃതദേഹങ്ങൾ കുളിച്ചുമൂടിയ സ്ഥലം മണ്ണ് നീക്കി പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ മാതാവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തിയ സ്ഥലത്ത് തന്റെ മകളുടെ മൃതദേഹം ഉണ്ടാകുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അസ്ഥിയെങ്കിലും കണ്ടെത്തി തരണമെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ ഇവർ ആവശ്യപ്പെട്ടത്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായത്. അതേസമയം മുൻ ജീവനക്കാരന് സുരക്ഷ നൽകാൻ ഇയാൾ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പോലീസിന്റെ വിചിത്രവാദം. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന ഉടൻ നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അത് എന്ന് നടക്കുമെന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നില്ല. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ ചുരുളരിയാൻ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഇരകളുടെ കുടുംബങ്ങളും. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രദർശനത്തിനെത്തി. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ ശക്തമായ നിയമനിർമ്മാണം നടത്താൻ സിനിമ പ്രേരകമാകട്ടെ എന്ന് നടൻ സുരേഷ് ഗോപി പ്രതികരിച്ചു. മാസ് ലീഗൽ ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം ഗംഭീര പ്രതികരണങ്ങളാണ് വരുന്നത്. നമുക്ക് വരുന്ന പണ്ടത്തെ പോലീസ് റോളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമില്ല. ഞാനൊരു കോർട്ട് ഡ്രാമ, കംപ്ലീറ്റ്ലി ഒരു കോർട്ട് ഡ്രാമ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആൾക്ക് ത്രൂ ഔട്ട് ദ മൂവി ഇല്ല. പക്ഷെ ഉള്ളതിലൊക്കെ നമുക്ക് പണ്ട് കണ്ട ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ ആളുടെ, അതൊക്കെ ഇതിലുണ്ട്. അതായത് നമുക്ക് ഇത് ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന 1-2 മൊമെന്റ്സ് ഒക്കെയാണ്. റിലീസിന് മുമ്പേ പേരുയർത്തിയ വിവാദം സജീവ ചർച്ചയായ JSK തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ കൈകാര്യം ചെയ്യുന്ന വിഷയം കൂടുതൽ ഗൗരവത്തോടെ ചർച്ചയാകുമെന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്കുള്ളത്. ഇപ്പോൾ വിവാദങ്ങളൊന്നുമില്ലെന്നും സിനിമ ചർച്ച ചെയ്യുന്ന വിഷയവും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സുരേഷ് ഗോപി പ്രതികരിച്ചു. പെൺകുട്ടികളുടെ എല്ലാം ഒരു സുരക്ഷ, ഒരുപക്ഷെ ദേശീയ സ്ത്രീ ശാക്തീകരണ നയം, അതിന് ചിലപ്പോൾ ഒരു പുതിയ ഏട് കൂടി എഴുതി ചേർക്കാൻ, നിയമപരമായ ഒരു പുതിയ ഒരു കെട്ട് വരികൾ എഴുതി ചേർക്കാൻ വലിയൊരു പോയിന്റർ ആയിരിക്കും ഈ സിനിമ. വളരെ ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകരിൽ ആകാംക്ഷയും ആവേശവും നിറയ്ക്കുന്ന കോർട്ട് റൂം ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഡേവിഡ് ആബേൽ ഡോണോവൻ എന്ന വക്കീൽ കഥാപാത്രമായാണ് ചിത്രത്തിൽ സുരേഷ് ഗോപി വേഷമിടുന്നത്. ചിത്രത്തിൽ അനുപമ പരമേശ്വരനാണ് ജാനകിയായി എത്തുന്നത്. പ്രേക്ഷകരിൽ ഉദ്വേഗം നിറയ്ക്കുന്ന കോടതി രംഗങ്ങൾക്കൊപ്പം വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്.
സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആദ്യ പകുതിയിൽ കോടതി രംഗങ്ങളിൽ 5 തവണ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രം കാണുന്നതിനിടയിൽ ഈ മ്യൂട്ട് പ്രേക്ഷകർക്ക് ചെറുതല്ലാത്ത വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ആദ്യ പ്രദർശനം കണ്ട പ്രേക്ഷകർ അവരുടെ ആവേശവും മറച്ചുവച്ചില്ല. ബോക്സ് ഓഫീസിൽ സുരേഷ് ഗോപിയുടെ വലിയ തിരിച്ചുവരവാണ് ചിത്രമെന്ന് ആദ്യ പ്രദർശനം കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. ഒരു രക്ഷയില്ലാത്ത പടമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു പുള്ളിക്കാരുടെ പെർഫോമൻസ് നല്ലതാണ്. പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസ്, ലൈക്ക് അനുപമ പെർഫോമൻസ്, സുരേഷ് ഗോപി പെർഫോമൻസ്, ലൈക്ക് ഗോകുൽ സുരേഷ് ഒരു പെർഫോമൻസ്, എല്ലാവരും ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി വൺ അതിന് പെർഫോം ചെയ്തേക്കുന്ന എല്ലാവരും. ഈവൻ ഞാൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും അതിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ഈവൻ ദേ ആർ ആക്ടേഴ്സ്, ദേ ആർ ആർട്ടിസ്റ്റ്. വരും ദിവസങ്ങളിൽ ചിത്രം തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടുമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ, തിരുവനന്തപുരം. നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ്. വഞ്ചനയിലൂടെ 1.90 കോടി രൂപ തട്ടിയെടുത്തുവെന്ന തലയോലപ്പറമ്പ് സ്വദേശിയും നിർമ്മാതാവുമായ ഷംനാസിന്റെ പരാതിയിലാണ് കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണത്തിന്റെ പേരിൽ പണം തട്ടിയെന്നാണ് പരാതി. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വൈകിട്ട് 4:30-ക്കാണ് പുറത്തിറങ്ങിയത്. വിടുതൽ നടപടികൾ അതീവ രഹസ്യമായാണ് പൂർത്തിയാക്കിയത്.